യുദ്ധ ചിലവ് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ നിത്യേന 9,000 കോടി ഡോളറെങ്കിലും അമേരിക്കയ്ക്ക് ചിലവ് വരുന്നു. ആൾനാശങ്ങൾ സൈനിക നാശമായിരിക്കും ഉദ്ദേശിച്ചത്. പിന്നീട് അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, കവചിത വാഹനങ്ങൾ, ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ച് അവൾ കൃത്യമായ രീതിയിൽ എണ്ണി പറയുകയല്ല, പരാമർശിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാൻ അറേബ്യൻ രാജ്യങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധ സംവിധാനങ്ങൾ തീർത്തുകൊണ്ട് അതിനെ തടയുന്നത് അമേരിക്കയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് പറന്നുയർന്ന അമേരിക്കയുടെ യുദ്ധവിമാനത്തെ ഇറാൻ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ നിന്ന് എന്ത് ചെയ്തു? മിസൈൽ പായിച്ചുകൊണ്ട് തകർത്തു. അത് വലിയ സംഖ്യയുടെ വിമാനമാണ്, മാത്രമല്ല വലിയ സുരക്ഷാ സംവിധാനമുള്ള വിമാനമാണ് എന്നുകൂടിയാണ് പറയുന്നത്. ആ വിമാനം തകർക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ ലോകത്തിലെ ഒരു സൈനിക ശക്തിക്കും സാധിക്കാത്ത വിധമാണ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ. വളരെ എളുപ്പം ഇറാൻ ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നു. അത് എങ്ങനെയാണ് വന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തുന്നത്. അന്വേഷണം പല തരത്തിൽ ഈ യുദ്ധം തുടങ്ങിയ സമയം നടക്കുന്നുണ്ട്. എവിടെയും എത്തിയിട്ടില്ല, എവിടെയും എത്താനുള്ള സാധ്യതയില്ല. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ സന്തോഷകരമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. രണ്ട് തരത്തിൽ ഈ യുദ്ധത്തിൻ്റെ അവസ്ഥാ കാര്യങ്ങൾ പോകുന്നു. അഥവാ ഇറാനിലെ സർക്കാരിനോടൊപ്പം അവിടുത്തെ ജനങ്ങൾ ചേർന്ന് നിൽക്കുന്നു. ശത്രു രാജ്യമാണ് ഇസ്രായേലും അമേരിക്കയും. ആഭ്യന്തരമായിരിക്കുന്ന വിഷയകാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ എല്ലാ രാജ്യത്തെ പോലെ ഇറാനിലും ഉണ്ടാവാം. അത് ശത്രുവിന് മുതലെടുക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കില്ല. തങ്ങളുടെ കൂടി ആത്മീയ നേതാവാണ് അയത്തുള്ള അലി ഖംനായി. എന്തിനാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്? തങ്ങളുടെ മക്കളാണ് അവിടുത്തെ സ്കൂളിൽ വെച്ച് 165 പേരോളം ഈ ബോംബ് സ്ഫോടനം നടത്തിയിട്ട് അമേരിക്ക കൊലപ്പെടുത്തിയത്. അത് തങ്ങളുടെ മക്കളാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അമേരിക്കയും ഇസ്രായേലും ചെയ്തതോട് കൂടിയിട്ട് ആ രാജ്യത്തിൻ്റെ ജനങ്ങളും ലോക രാജ്യങ്ങളും ഇറാനോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു തരത്തിലും അമേരിക്കയ്ക്ക് തങ്ങൾ സൈനികപരമായിരിക്കുന്ന ഇടമോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങളോ നൽകില്ലെന്ന് തീർത്തു പറഞ്ഞതിൽ അമേരിക്കയുടെ എല്ലാ കാലത്തെയും സഖ്യകക്ഷിയായിരിക്കുന്ന ബ്രിട്ടൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എയർപോർട്ടായിട്ടോ അതല്ലെങ്കിൽ തുറമുഖമായിട്ടോ ഭൂപ്രദേശമായിട്ടോ യുദ്ധവിമാനമായിട്ടോ യുദ്ധക്കപ്പലായിട്ടോ ഇറാൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ വിട്ടു നൽകുകയില്ല, തങ്ങൾ ആ പ്രവൃത്തി ചെയ്യുകയില്ല എന്ന് പറഞ്ഞതോടുകൂടി അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായത്. അതിനു പുറമെയായി കഴിഞ്ഞ ദിവസം യുദ്ധവിരുദ്ധ റാലി നടന്നു. അതും അമേരിക്കയിൽ 80 ലക്ഷം പേരെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു ജനാവലി അമേരിക്കയുടെ സംവിധാനത്തിനെതിരെ അല്ലെങ്കിൽ അമേരിക്കയുടെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. 10 ലക്ഷം 12 ലക്ഷമൊക്കെ പങ്കെടുത്ത ഫലസ്തീൻ അനുകൂല റാലിയൊക്കെ നടന്നിരുന്നു. 15 ലക്ഷത്തോളമൊക്കെ പങ്കെടുത്തത്. 8 ലക്ഷത്തോളം 10 ലക്ഷം ബ്രിട്ടനിലും 8 ലക്ഷത്തോളം അമേരിക്കയിലും പങ്കെടുത്ത പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന റാലിക്ക് ശേഷം ഇപ്പോൾ 80 ലക്ഷം പേർ പങ്കെടുത്ത യുദ്ധവിരുദ്ധ റാലി അമേരിക്കയിൽ ഇപ്പോൾ പൊടിച്ചിരിക്കുകയാണ് എല്ലാ മേഖലകളിലും എല്ലാ ഭാഗങ്ങളിലും. അപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ജനകീയപരമായി ഈ രാജ്യത്തിലുള്ള പൗരന്മാർ അമേരിക്കക്കെതിരെ നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇസ്രായേലും സമാനമായ സ്ഥിതിയാണ്. അവിടെ യുദ്ധവിരുദ്ധ റാലി ലക്ഷങ്ങൾ പങ്കെടുക്കുന്നു. സർക്കാർ രാജിവെക്കണമെന്നും ഈ യുദ്ധം ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയില്ലെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അത് കടിച്ചു തൂങ്ങുന്നത്, യുദ്ധം ഒഴിവാക്കിയല്ല വേണ്ടത് എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ആളുകളെ കാണാൻ വേണ്ടി സാധിക്കുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭവും ജനകീയ പ്രക്ഷോഭവും യുവാക്കന്മാരുടെ പ്രക്ഷോഭവും അങ്ങനെ കൂട്ടായ്മയോട് കൂടിയുള്ള യുദ്ധവിരുദ്ധ റാലികളാണ് ഇസ്രായേലിനുടനീളം നടക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇറാൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ തന്നെ ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇസ്രായേലും അമേരിക്കയും ഉദ്ദേശം വെച്ച്. ഇറാൻ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു രാജ്യവും തലപൊക്കാൻ ഇപ്പം നിലവിലില്ല. ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ശക്തമായ രീതിയിൽ നിലപാട് പറഞ്ഞുകൊണ്ട് ഇതാണ് തങ്ങളുടെ നിലപാട്, ഈ നിലപാട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഇറാൻ ഇപ്പോൾ പറയുന്ന പോലെ തൻ്റെ ഇടത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു രാജ്യം നിലവിൽ ലോകത്തില്ലാതിരിക്കുന്ന സമയത്ത് ഇറാൻ ഇല്ലാതാക്കിയാൽ വല്ലാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കുമെന്നുള്ള മിഡിൽ ഈസ്റ്റിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരവും നിലപാടുകളും പറയേണ്ടത് ഇസ്രായേലാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മുസ്ലിം രാജ്യം ഇല്ല എന്നതിനാൽ അവർക്ക് അവരുടേതായിരിക്കുന്ന
നിലപാടുമുണ്ടാവും, അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നേറാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന തലത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ നിലപാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഈ യുദ്ധച്ചെലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കണിശമായ രീതിയിൽ അമേരിക്ക പറയുന്ന സമയത്ത് അതിന് ഒരു പ്രതികരണം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ നൽകണം എന്നുള്ളതല്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. യുദ്ധച്ചിലവ് അമേരിക്ക ഈടാക്കും എന്നാണ് പറഞ്ഞത്. അറബ് രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗൗരവമുള്ളതാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മറ്റ് ലോക രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്ന സമയത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യം ഒരുപക്ഷെ അമേരിക്ക കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വരും. അതല്ലെങ്കിൽ അതിന് പ്രത്യേകമായിരിക്കുന്ന ചുങ്കം അമേരിക്കക്ക് നൽകണം എന്ന സ്ഥിതിയിൽ വരും. ഇത് കുവൈറ്റ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിലപാട് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ജോർജ് ബുഷ് പറഞ്ഞിരുന്നു. അഥവാ അന്നത്തെ കുവൈത്തിൽ നിന്ന് അജ്നബികൾ ഒരുപാട്, അതായത് മറ്റ് രാജ്യക്കാർ ജോലി ചെയ്യുന്ന ഒരുപാട് രാജ്യം വിട്ടുപോയിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക നഷ്ടം കുവൈറ്റിനുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ തകർച്ച രാജ്യത്തിനുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ നിയന്ത്രണവും അതിൻ്റെ ഉൽപ്പാദനവും വിതരണവും അമേരിക്ക ഏറ്റെടുത്തു. എന്നിട്ട് നഷ്ടപരിഹാരം നൽകുന്ന രീതിയിലേക്ക് വന്നു. 1,25,000 ഇന്ത്യക്കാർ കുവൈറ്റ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുവൈറ്റിൽ അന്നുണ്ടായിരുന്നു. ഏകദേശം 6,000-ൽ താഴെയാണ് അന്ന് ഇറാഖിൽ മൊത്തത്തിലുള്ള ഇന്ത്യക്കാർ ജോലി ചെയ്തത്. ഇന്നും ഇറാഖിലും ഇറാനിലും തൊഴിലിന് പോകുന്ന ഇന്ത്യക്കാർ വളരെ എണ്ണമാണ്, വിരലിൽ എണ്ണാവുന്ന ഒരു മാത്രമേ ഉള്ളൂ. പിന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ രീതിയിൽ ഇറാനിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ കറൻസി മൂല്യം കുറവായതുകൊണ്ട് ചെറിയ സംഖ്യക്ക് വലിയ വിദ്യാഭ്യാസം നേടാം എന്നുള്ളതിലാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, കുവൈറ്റിൻ്റെ ആ യുദ്ധ സമയത്ത് എന്ത് ചെയ്തു? ഇറാഖിൻ്റെ പെട്രോളിയം പിടിച്ചെടുക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന പണം പകുതി ഇറാഖിന് നൽകുകയും പകുതി നഷ്ടപരിഹാരമായി മറ്റ് രാജ്യത്തിലെ പൗരന്മാർക്ക് അടക്കം നൽകുകയും ചെയ്യും. അവിടുന്ന് തിരിച്ചു പോന്നിരിക്കുന്ന യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന എല്ലാ ഇന്ത്യക്കാർക്കും 3 ലക്ഷം രൂപ അന്നത്തെ കാലത്ത്, ഒരുപാട് 10-20 വർഷമായാലും യുദ്ധം നടന്നിട്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് രാജ്യത്തേക്ക് മടങ്ങിപ്പോകുന്ന ഈ എല്ലാ ഇന്ത്യക്കാർക്കും 3 ലക്ഷം രൂപ വീതം അന്നത്തെ നഷ്ടപരിഹാര സംഖ്യയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു സംഖ്യയായിരുന്നു അന്നത്തെ സംബന്ധിച്ചിടത്തോളം. കുവൈറ്റിനുണ്ടായിരിക്കുന്ന നഷ്ടവും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ തങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം തത്തുല്യമായ രീതിയിൽ അമേരിക്ക നൽകിയിട്ടില്ല എന്ന് പരാതി അന്ന് പറഞ്ഞിരുന്നു. അത് ഗവൺമെൻറ് പ്രതിനിധിയല്ല, പക്ഷേ ഗവൺമെൻറ്റിന് അനുകൂലമായിരിക്കുന്ന പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. വലിയ വിവാദ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, ഇത്തരം കാര്യങ്ങൾ മുൻപ് അമേരിക്ക കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ പറഞ്ഞു 9,000 കോടിയോളം ഡോളർ ഒരു ദിവസം ചിലവാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടം അത്രയ്ക്ക് ഭീമമാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് പ്രതിരോധിക്കുന്നത് അമേരിക്കയുടെ സൈന്യവും അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ആക്രമിക്കുന്നത് അത് അവിടെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ തങ്ങൾക്ക് അത് ചില പത്രങ്ങളാണ് പറയുന്നത്. അംബാവത്തൻ, അത് കുവൈത്തിൽ നിന്ന് ഇറങ്ങുന്ന പത്രമാണ്. അംബാവത്തൻ പോലെയുള്ള പത്രങ്ങൾ, അഹ്റാം എന്ന് പറയുന്ന സുഡാൻ നിറങ്ങുന്ന പത്രമാണ്. അങ്ങനെ 2-3 പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അൽമദീന പത്രം, അൽമദീന ഈ ലെബനാനിൽ നിന്നോ മറ്റോ ഇറങ്ങുന്ന പത്രമായിട്ടാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു 4-5 പത്രത്തിൽ വന്നിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: എന്തിനാണ് അറേബ്യൻ രാജ്യങ്ങളോട് അമേരിക്ക സാമ്പത്തിക, അതായത് ഈ പറയപ്പെട്ട യുദ്ധത്തിന് പണം ചോദിക്കുന്നത്? അതിന് വളരെ എളുപ്പമായ രീതിയിൽ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി പറ്റുമല്ലോ. യുദ്ധം ചെയ്യുന്ന ഇറാനാണല്ലോ. അപ്പോൾ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനെന്താ അവർ പറയുന്ന കാരണം മുന്നോട്ട് വെക്കുന്നത്? അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് തങ്ങളെ ആക്രമിക്കാതിരിക്കുക. അപ്പോൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ഇറാൻ ആക്രമിക്കാതിരുന്നാൽ മതി, അപ്പോൾ തന്നെ പ്രശ്നം തീർന്നല്ലോ. പിന്നെ യുദ്ധവും അതിന് കെടുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്ന ചോദ്യം അതിൽ വരുന്നു. അപ്പോൾ അഥവാ ഈ മേഖലയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് അമേരിക്ക ആകുന്ന സമയത്ത് അതിന് നഷ്ടം വഹിക്കേണ്ടത് അമേരിക്ക തന്നെയാണ്. അതിന് അറബ് രാജ്യങ്ങളോട് എന്തിനു പറയുന്നു എന്നുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഒഴിഞ്ഞു പോകൂ, അങ്ങനെ ആ സമയത്ത് യുദ്ധം ഇവിടെ അവസാനിക്കും, അറബ് രാജ്യങ്ങൾ തങ്ങൾ ആക്രമിക്കില്ലെന്ന് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന ഒരേ വാക്യം തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാതെ തങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ വെച്ച പോലെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം തങ്ങൾക്കുണ്ടാകുന്നു.
നിങ്ങളുടെ രാജ്യത്ത് തുടരുന്നതാണ് വലിയ വലിയ രീതിയിലുള്ള വിഷയം. അപ്പോൾ നിങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതിൻ്റെ കടമ അല്ലെങ്കിൽ അതിൻ്റെ കർത്തവ്യം അത് നിങ്ങൾ തന്നെയാണ്. അത് സാമ്പത്തികപരമായ രീതിയിൽ അറബ് രാജ്യങ്ങളോട് സഹായം ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ പത്രങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഔദ്യോഗികപരമായ രീതിയിൽ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള മറുപടികളൊന്നും വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും ഗവൺമെൻറ് തലത്തിലുള്ള പ്രതിനിധികൾ ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തതാണോ എന്ന് അറിയുകയുമില്ല എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.